അല്ലാ ഒരു പാട്ട് പാടട്ടെ ഉള്ളേ, കുഴപ്പമില്ല, നാലാം കട്ടെ പിടിച്ചോട്ടാ. എൻ്റെ കൽവിലെ വെണ്ണിലാവും നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, ഖത്തറിന്ന് വായോ സുൽത്താൻ്റെ വേലക്കാരാ. ആരാ വേലിക്ക കിടന്ന് മാറണേ? അതായത് വേലിക്ക ഇങ്ങോട്ട് പാടാ, ഇതിലെ പാടാ, ഇവിടെ പാടാ. നീയാണോ വേലിക്ക കിടന്ന് മാറിയേ? എന്റെ മോനെ ആ ശാരദയുടെ വീട്ടിൽ കിടന്ന് എന്താ ഒരു ബഹളം കേക്കണേ? നീ ഒന്ന് പോയി നോക്കടാ. ഞാൻ പോയി നോക്കില്ല. അല്ല, നീ ഒരു പൊന്നാങ്കട്ട ആങ്കൊച്ചല്ലേടാ, നിനക്കൊന്ന് പോയി നോക്കിയാ എന്താ? ഇടയ്ക്ക നീ ഒന്ന് പോയി നോക്കടാ. ഞാൻ പോയി നോക്കില്ല പറഞ്ഞില്ലേ? നീ നോക്കിയാ എന്താ കുഴപ്പം? ഞാൻ ഒരു പ്രാവശ്യം നോക്കിയാ ഞാൻ അവിടെ ബഹളം. നീ ആള് കൊള്ളാല. അത് ശരി. അല്ല, ഇവിടെ വലിയ പാട്ടും കൂത്തൊക്കെയാണല്ലോ. എന്താ ഖത്തറ ബത്തറ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സംഭവം? മൂത്തമോൻ ഖത്തറിലല്ലേ? മൂത്തമോനാര്? അബൂബക്കർ. അത് ശരി. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ അവനിപ്പാ പോയിട്ട് ഒരു മെച്ചമില്ല പോനെ. എന്ത് പറ്റിട്ടാ? തീറ്റ ഒന്നും കൊടുക്കണില്ല അവന്. എന്താ? രാവിലെ ഒരു പഴം കൊടുക്കും, ഉച്ചയാവുമ്പോ ഒരു കൂട് കപ്പലിന്, വൈകുന്നേരം ആവുമ്പോ 2 ബിസ്ക്കറ്റും കൊടുക്കും. ഇത്രക്ക് ക്രൂരനാണോ അറബി? അറബിയുടെ കുഴപ്പമില്ല, പിന്നെ ഇവിടുത്തെ ട്രാവൽ ഏജൻസിക്കാര് പറ്റിച്ച പണിയാ. എങ്ങനെ? അവനൊരു കുരങ്ങിന്റെ വിസയില ഇവിടുന്ന് കയറ്റി വിട്ടേക്കണേ. അത് ശരി. അപ്പൊ രണ്ടാമത്തവന് നാടകത്തിന്റെ പരിപാടിയായിരുന്നല്ലോ. അടിപൊളിയല്ലേ നാടകത്തിനൊക്കെ? ഇപ്പൊ എന്താ ഡിമാൻഡ്? ഭയങ്കര ഡിമാൻഡ് അല്ലേ? ഞാൻ പറഞ്ഞു പോവണ്ടെന്ന് പറഞ്ഞു. അതെന്താ ഇത്ത പറയുന്നത്? ഉറക്കൊളിച്ചു കഴിഞ്ഞാൽ വലിയ മെച്ചമില്ല പോനെ. എന്ത് മെച്ചില്ല? നാടകത്തിനൊക്കെ നല്ല കാശൊക്കെ ഉണ്ട്. ഇപ്പൊ നാടകത്തിന് പോണില്ല, പിന്നെ 5-6 സീരിയലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നാളെ സീരിയലായി. സീരിയല് പോയി. എന്റെ ദൈവമേ, ഇത്ത സീരിയലിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോ എന്താ കാശ്? അത് മെഗാ സീരിയലാണെങ്കിൽ പറയേ വേണ്ട. അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്ന വീട്ടില്. അല്ല, മോളുണ്ടായില്ല? ഒരു മോള് സൂറാബി. അവളുടെ നിക്കാഹ് കഴിഞ്ഞല്ലോ. നിക്കാഹ് കഴിഞ്ഞാ? എന്ത് ഞങ്ങളൊന്നും വിളിച്ചു പോലുമില്ല. അവക്ക് ഇന്റർനെറ്റിൽ ചേറ്റിംഗ് ആയിരുന്നല്ലേ പരിപാടി? ചേറ്റിംഗ് അല്ല, ചീറ്റിംഗ്. എന്ത് പണ്ടാറാണ് അവള് ചീറ്റി അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു സായിപ്പായിട്ട് ലൈനായി. നിക്കാഹ് നടത്തി കൊടുത്തില്ലെങ്കിൽ തൂങ്ങിച്ചാവെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ നിപ്പ. അവസാനം ഇവക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ വിസയില്ല, സായിപ്പിനാണെങ്കിൽ ഇങ്ങോട്ട് വരാനും വിസയില്ല. എന്നിട്ട് പള്ളി കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് ആലോചിച്ച് ഇന്റർനെറ്റ് വഴി അവരുടെ നിക്കാഹ് അങ്ങോട്ട് നടത്തി കൊടുത്ത്. ഇപ്പൊ എന്ത് സൂറാബി ചെയ്യുന്നു? ഇപ്പൊ സൂറാബി പ്രസവിച്ചെടുക്കണം. അല്ല, അങ്ങോട്ട് പോയിട്ടില്ല സൂറാബി, ഇങ്ങോട്ട് അയാൾ വന്നിട്ടില്ല. ഇല്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചെന്നേ? ഇന്റർനെറ്റ് വഴി പ്രസവിച്ചു. ഇന്റർനെറ്റ് വഴി പ്രസവിക്കേ? ശാസ്ത്രം ജയിച്ചു, അവള് പ്രസവിച്ചു. എനിക്ക് അത്ര അറിയാൻ പാടുള്ളൂ. അയൽപക്കത്തേക്ക് ഒരു ഇന്റർനെറ്റിന്റെ ഭാഗ്യേ. എന്താ പറഞ്ഞ? അല്ലപ്പാ, കൊച്ചും തള്ളൊക്കെ സുഖമായിട്ടിരിക്കണ? അവക്ക് അങ്ങനെ വലിയ സുഖമൊന്നുമില്ല. എന്തുപറ്റി? അവക്ക് ഇരട്ടക്കുട്ടി ഉണ്ടാവണമെന്നായിരുന്നു ആഗ്രഹം. അവളുടെ കൂട്ടുകാരികൾക്കൊക്കെ ഇരട്ടക്കുട്ടി ഉണ്ടായതേ. സൈനബയുടെ മോൾക്ക് ഇരട്ടക്കുട്ടിയായിരുന്നു, ജമീലയുടെ മോൾക്ക് ഇരട്ടക്കുട്ടിയായിരുന്നു. അപ്പൊ ഇവളും പറഞ്ഞു, ഉമ്മ എനിക്കും ഇരട്ടക്കുട്ടി ആയിരിക്കൂട്ടാന്ന് പറഞ്ഞു. വയറ് കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി മോനെ. പക്ഷെ ഉണ്ടായപ്പോ ഒരു കുട്ടി ഉണ്ടായോളൂ. പക്ഷെ അവള് മിടിക്കാണ്ടാ. എങ്ങനെ? 6 മാസം കൊണ്ട് ഇരട്ടക്കുട്ടി ആക്കും. 6 മാസം കൊണ്ട് ഇരട്ടക്കുട്ടിയാ? അതെങ്ങനെ? അവള് കുട്ടി ഉണ്ടായപ്പോ തന്നെ ലിസ്റ്റിൽ നിക്ഷേപിച്ചു. ഇനി 6 മാസം കഴിയുമ്പോ ഇരട്ടിയായിട്ട് പിൻവലിക്കാൻ. അല്ല, ബീരാനിക്ക് എന്തിയേ? അപ്പൊ നീ പറയാ അങ്ങനെയാണെങ്കിൽ കുറെ നാൾ ഇടാൻ പാടില്ലേന്ന്. ഞാൻ ചോദിക്കണ ഒരു 10-12 ഇട്ടേക്ക്. അപ്പൊ അങ്ങനെ കുറെ നാളിട്ട കുറെ കുട്ടികളുണ്ടാവും. അപ്പൊ യത്തീംഖാന നടത്താൻ നിന്റെ വാപ്പ കൊണ്ടുവന്ന് ചെലവിന് വരുമോ? അല്ല, ഞാൻ നേരത്തെ ചോദിച്ചത് ബീരാനിക്ക് എന്ത്? ബീരാനിക്കട ആരെയൊന്നും പറയണ്ട, അവനെ ചൊവ്വാവൂല അയാള്. എന്ത് പറ്റി? ഇപ്പൊ തന്നെ രാവിലെ ഇവിടുന്ന് പോയതാണ്. ഇപ്പൊ ഏതോ ഷാപ്പിൽ വെള്ളം അടിച്ച് ഓഫായിട്ട് കിടക്കുകയാണ്. അതെങ്ങനെ രാവിലെ തന്നെ വെള്ളം അടിച്ച് ഓഫായി? ഇതൊക്കെ എങ്ങനെ മനസ്സിലായേ? ഞാൻ മൊബൈലിൽ വിളിച്ചു. അതൊക്കെ അപ്പൊ ഒരു പെണ്ണാണ് എടുത്തത്. അവള് പറഞ്ഞു ഒന്നുകിൽ പരിധിക്ക് പുറത്താണ് അല്ലെങ്കിൽ ആൾ ഓഫാണെന്ന് പറഞ്ഞു. അതെ, റേഞ്ച് ഇല്ലാണ്ടാണ്. ബീരാനിക്കാക്ക് റേഞ്ച് ഇല്ലാന്ന് നീ എങ്ങനെ അറിഞ്ഞേ? അല്ല, ഞാൻ ആ റേഞ്ച് അല്ല ഉദ്ദേശിച്ചത്, ഇത് മൊബൈലിന്റെ റേഞ്ച്. അത് തന്നെയല്ലേ ഞാനും പറയണത്. ബീരാനിക്ക റേഞ്ച് ഇല്ലാണ്ട് ഹൈ റേഞ്ചിലേക്ക് മാറാൻ നടക്കണം. അപ്പോഴാണ് ഈ ചെറുക്കൻ ഇങ്ങനെ പറയണേ. അത് ശരി. അത് തന്നെയില്ല മോനെ, ഞങ്ങൾ തമ്മിൽ ഒക്കൂല. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ പാമ്പും കീരിയപ്പ.
പാമ്പും കീരിയ ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടാ മതി, അപ്പ പാമ്പും കീരിയ. എന്നിട്ട് ആൾക്കാർ പറയുന്നത് നിങ്ങൾ വളരെ സ്നേഹത്തിലാണെന്നാണ് പറയണത്. സ്നേഹത്തിനൊന്നും കുറവില്ല, പക്ഷെ ഞങ്ങളുടെ നാള് തമ്മിൽ ചേരൂല. എന്നിട്ട് എന്ത് ചെയ്തു? ഏതാ നാള്? ഞാനൊരു നാള് നോക്കണ ആളുടെ അടുത്ത് പോയി. അപ്പൊ അയാള് പറഞ്ഞ നാളിന്റെ കുഴപ്പമാണ്. നാളിന്റെ കുഴപ്പ? ഇത്തട നാള് ഏതാ? എന്റെ നാളിന് കുഴപ്പമില്ല. ഏതാ നാള്? എന്റെ നാള് മകം. മകം? മകം പറഞ്ഞ മങ്കി അല്ല മങ്ക. അങ്ങനെ പറ, മകം പറഞ്ഞ മങ്ക കലം തുറന്നിരിക്കുന്നാണ്. പക്ഷെ ഇക്കാടെ നാളിനാണ് കുഴപ്പം. ഇക്കാടെ നാളേതാ? ആയില്യം. ആയില്യം, ദൈവമേ സൂപ്പർ നാളല്ലേ ആയില്യം. നല്ല പാമ്പായിരിക്കും. പാമ്പ് പാമ്പ് പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാമ്പാണെങ്കിൽ ഒന്ന് കൊത്തണം, അല്ലെങ്കിൽ ഒന്ന് ചീറ്റണം, അതല്ലെങ്കിൽ പത്തിയെങ്കിലും വിടർത്തണം. ഇത് ചുമ്മാ വേലിയുമ്പോ ചുറ്റി പണിഞ്ഞ് നടന്നിട്ട് പാമ്പാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? അത് പോട്ടെ. അല്ല പിന്നെ 5-6 പിള്ളേരൊക്കെ ഉണ്ടായി. അതെ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്ലാവാകുമ്പോ എല്ലാ കൊല്ലം ചക്ക ഉണ്ടാവും. അതിന് ഉടമസ്ഥൻ വല്ല വളമിട്ടിട്ടാണ്. അല്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിലേ, എവിടുന്ന് വരുന്ന വഴി ഒരു വലിയൊരു ഫ്ലക്സ്. ഇക്കാക്കിപ്പോ വോളിബോൾ ടൂർണമെന്റ് നടത്തല പരിപാടി. വോളിബോളാ? ഇവിടുത്തെ പാലാ ഫെസ്റ്റിലെ പരിപാടി കണ്ട് ഇപ്പൊ പുള്ളി ഇപ്പൊ നാട്ടിലുള്ള പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് ഡെയിലി വോളിബോൾ ടൂർണമെന്റ് ആണോ? അത് ശരി. അല്ല അപ്പൊ നന്നായി കളിക്കോ? എല്ലാ ദിവസവും കളിയല്ലേ? ഇന്നലത്തെ കളി എങ്ങനെ ഉണ്ടായി? ഇന്നലെ എന്ന് പറഞ്ഞാൽ ബാക്ക് വെക്കണ ഔക്കാദുട്ടിയുള്ള സർവീസ് ചെയ്ത് ഔക്കാദുട്ടിയിൽ നിന്ന് ജമാലിന്, ജമാലിൽ നിന്ന് ഖാദറിന്റെ, ഖാദറിൽ നിന്ന് പോക്കറിന്റെ നിന്ന് അഹമ്മദിന് കിട്ടി. അഹമ്മദ് പോക്കിയിട്ട് ഒറ്റ സ്മാഷ്. പോയിന്റ് ആയില്ല. പിന്നെ കലുങ്കം മേടിച്ച് പുറത്തേക്ക് പോയി. ഇത് ഏത് കളിയുടെ കാര്യം പറഞ്ഞു? കളിയുടെ കാര്യമല്ല പറഞ്ഞ. പിന്നെ ഇന്നലെ ടൂർണമെന്റ് നടത്തിയ പിള്ളേരെ കൂടി ഇക്കാനെ പോക്കിട്ട് ഇടിച്ച കാര്യം പറഞ്ഞതാ. അത് ശരി. എനിക്ക് ഇത്തരം ഒരു തമാശ കേൾക്കുമ്പോ എനിക്ക് നീ എന്താ ഈ പോസ്റ്റിന് സ്റ്റേ കൊടുത്തേക്കണ തോളത്തേക്ക്? നീ ഇങ്ങനെ തോളത്തിട്ടുമ്പോൾ ആമ്പല്ലേട്ടാ. എനിക്ക് എപ്പോഴും കൺട്രോൾ കിട്ടിയെന്ന് വരൂല്ല. അത് മാത്രമല്ല, ഇക്ക ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ നിക്കണ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ ഇക്കാക്ക് ഇപ്പൊ ഭയങ്കര സംശയമല്ലേ? അള്ളാ വന്നുണ്ട് പുള്ളേ, കൊടുക്കത്തെ സംശയമാണ്. നിന്നെ വെട്ടി തുണ്ടാക്കി കളയും. എവിടെയെങ്കിലും പോയി ഒളിച്ചോ? ഞാൻ എവിടെ പോയി ഒളിക്കാൻ? രക്ഷപ്പെട്ടോ നീ എവിടെയെങ്കിലും? ഞാൻ എവിടെ പോയി ഒളിക്കും? മിണ്ടല്ലേ മിണ്ടല്ലേ. നീ ഒരു കാര്യം മുണ്ടയിക്കടെ ചെയ്താനാ ഞാൻ. ഇങ്ങോട്ട് വാ, അപ്പുറത്തേക്ക് വാ. നീ എന്നിട്ട് ഈ അയേമ മുണ്ട് കിടക്കണത് ഇങ്ങനെ പിരിച്ചു പിടിച്ചിട്ട് എന്റെ മറയിലവിടെ നിന്നോ. മുഖം കാണിക്കല്ലേ? വാതിൽ തുറക്കാത്തതിന്റെ നേരിട്ട് വിളിക്കണത്. വാതിൽ തുറന്ന് പോരെ. എന്ത് കഷ്ടം. എന്താണ് ഒരു വളിച്ച ചിരി? അത് ഇന്നലെ ഇട്ടതാ, അതാ നേരം വെളുത്തപ്പോ വളിച്ചു പോയേ. ചിരി വരെ വളിച്ചു പോയിട്ടാ. വെറുതെ വന്ന് ചവിട്ടെന്ന് പറയാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്ത് തെറ്റ് ചെയ്യുന്ന എടി ചെയ്താന് നമ്മളപ്പോ ഒന്നും അറിയില്ല എന്ന് എന്റെ വിചാരം. അല്ല ഇത് പറഞ്ഞാ പഠിച്ചോനെ നമ്മളെന്ന് ഇത് പറഞ്ഞോന്നാ ഫോട്ടോ എടുക്കാൻ വേണ്ടി വഴി ആൾക്കാർ കുടുംബത്തിൽ കയറി ഇറങ്ങി പോണം അല്ലേ? എടുത്തു കഴിഞ്ഞു. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ തോർത്ത് കിരിതരാണ്. ഈ തോർത്ത് കിരിതരാണ്. നേരം വെളുക്ക വീട്ടിൽ വന്ന് ഓരോ പ്രശ്നമായിട്ട് അങ്ങനെ തുടങ്ങി. ഈ തോർത്ത് കീറിയതല്ലേ നമ്മുടെ നിക്കാഹിന് മേടിച്ച് ഈ തോർത്ത് കീറിയത് ആരാണ് നമുക്കറിയണത്? അത് കുഞ്ഞപ്പൻ കീറിയതാ. ആര് കീറിയത്? എന്റെ മനുഷ്യനെ ഈ തോർത്ത് കീറിയ കാര്യമല്ലേ? അതല്ലേ പറഞ്ഞ കുഞ്ഞപ്പൻ കീറിയതാന്ന്. കുഞ്ഞപ്പൻ കീറിയ ആരടി കുഞ്ഞപ്പൻ? അത് ശരി, നമ്മളില്ലാത്ത സമയത്ത് കുഞ്ഞപ്പൻ വന്ന് തോർത്ത് കീറിക്കിട്ട് പോവാന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണ്. എന്റെ മനുഷ്യനെ നിങ്ങൾ കാട് കീറി ഇങ്ങനെ മെഗാ സീരിയലിന്റെ കഥ എഴുതുന്നവര് പോവല്ലേ? തോർത്ത് കീറിയ കാര്യമല്ലേ? അതെ. ഇത് ഞാൻ കുളിക്കാൻ നേരത്ത് കുഞ്ഞപ്പൻ കീറിയതാ. കുളിക്കണ നേരത്ത് കുഞ്ഞപ്പൻ കീറിയതാ. അപ്പൊ നീ കുളിക്കണ നേരം നോക്കിയിട്ട് കുഞ്ഞപ്പൻ വന്നിട്ട് തോർത്ത് കീറാന്ന് പറഞ്ഞ നടക്കണ അവന്റെ വീട് എവിടെ? പറഞ്ഞ അവനെ പറയട്ടെ. ഈ തോർത്ത് കീറിയ കാര്യമല്ലേ? ഈ തോർത്ത് എടുത്തുകൊണ്ട് ഞാൻ കുളിക്കായിരുന്നു. ഇപ്പൊ സോപ്പ് വെള്ളത്തിൽ പോയി. അപ്പൊ ഇങ്ങനെ കുഞ്ഞപ്പൻ ഇങ്ങനെ കുഞ്ഞപ്പൻ മൂട് കീറിപ്പോയതാണ്. അത് ശരി, കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നീ കുനിഞ്ഞപ്പ കീറിപ്പോയി. കുഞ്ഞപ്പ ഇടി ചെയ്താനെ ഒന്നല്ല ഈ പല്ല് തേക്കണം, അല്ലെങ്കിൽ നാക്ക് പഠിക്കണം. അല്ലാണ്ട് എന്റെ ബക്കറ്റ് നീ കുഞ്ഞപ്പൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞ കുഞ്ഞപ്പ കീറിയതാണ്. നീ ശരിയല്ലട്ടാ, നിന്റെ നാക്ക് നിന്റെ നോട്ടം ശരിയല്ലല്ലോ. ഇത് നിങ്ങളുടെ കണ്ണിനാണ് കുഴപ്പം. കോങ്ങണ്ണല്ലേ? അതെ, കോങ്ങണ്ണ. പുറത്ത് ചെരുപ്പടക്കണ ആരാണ്?
പുറത്തൊരു ചെരുപ്പ് കിടക്കണ ഈ അലാക്ക് ചോർത്ത് ചെരുപ്പ് ഊരിട്ടുണ്ടാണ് ഇങ്ങനെ വന്നേ. ആര്? നിങ്ങളുടെ ചെരുപ്പല്ലേ അത്? നമ്മൾ ചെരുപ്പിടാറില്ല. പടച്ചോനെ, നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് മേടിച്ച ചെരുപ്പല്ലേ അത്? നമ്മൾ ചെരുപ്പിടാതെ നിനക്കറിയാൻ പാടില്ലേ? നിക്കാഹ് അന്ന് മുതൽ നമ്മൾ ചെരുപ്പിടാറില്ലല്ലോ. പടച്ചോനെ, നിങ്ങൾ കേക്കണ്ട. ഇത് വന്ന് കേറിയിട്ട് നമ്മുടെ മെക്കിട്ട് കയറാനായിട്ട് ഓരോ കരയാണ്ടിരിക്കേ. നീ എന്തിനു ഓടിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങളുടെ ചെരുപ്പാണത്. ആണല്ല, നിന്നെ വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചല്ല? വിശ്വസിച്ച് അവിടെ ചെരുപ്പാണത്. പടച്ചോന് നല്ല മുണ്ടാണുള്ളത്. വെള്ളമുണ്ട് തരരുത്. വെള്ളമുണ്ട് നിങ്ങളുടെ നമ്മുടെ അയ്യമ്മ ഇങ്ങനെ ഉണക്കാട്ടെ വിറക്കണ വെള്ളമുണ്ടാ. കഴിഞ്ഞ ചന്ദനക്കുടത്തിന് മേടിച്ച വെള്ളമുണ്ട്. ആര്? നിങ്ങൾ മേടിച്ചത്. ചെയ്തര കള്ളിത്തിരി നമ്മൾ കൊടുക്കാറ്. എന്റെ മനുഷ്യനാ നിങ്ങളുടെ മുണ്ടാണ്. നമ്മുടെ മുണ്ടല്ലേ? പഠിച്ചോനെ, ഇത് കേക്കണ്ട. നമ്മളൊരു കാര്യം പറഞ്ഞ കേട്ടിരിക്കി. നീ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കണം. നിങ്ങളുടെ മുണ്ടാണത്. നമ്മൾ മുണ്ടാണ്. മാർക്കറ്റിൽ പോയിട്ട് നീ ചീര മേടിക്കാൻ പറഞ്ഞില്ലേ? കോട്ടയത്തേക്ക് ബസ്സിൽ നിന്നുകൊണ്ട് പോണ ഒരാളാണ്. കോട്ടയത്തേക്ക് ബസ്സിൽ നിന്ന് പോണ ആളാ? ഇത് നമ്മുടെ കുടുംബമാണ്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കോട്ടയത്തേക്ക് ബസ്സിൽ പോണതാ. ഇത് നമ്മൾ വിശ്വസിക്കരുത്. ആരാ നീ? അല്ല, ഇത്ര നേരം പറഞ്ഞത് ഇക്ക വിശ്വസിച്ചില്ലേ? ഇതും കൂടെ ഒന്ന് വിശ്വസിക്ക.